ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സ്വാദിഷ്ടമായ ഒരു മിൽക്ക് ഷേക്കാണ്. തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് ഈ വേനൽക്കാലത്തെ ചൂടിന് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു ഡ്രിങ്കാണിത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇതിൻ്റെ റെസിപ്പി കണ്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ വീഡിയോ. തണ്ണിമത്തൻ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു തണ്ണിമത്തൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വത്തയ്ക്ക കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുരു കളഞ്ഞെടുക്കാം. വത്തയ്ക്ക കുരു കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് എടുത്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. വത്തയ്ക്ക മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന തണ്ണിമത്തന് കുറച്ച് മധുരം കൂടുതലുള്ളതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മധുരം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ഏലക്കായുടെ കുരു ഇട്ട് കൊടുക്കാം. ഏലക്ക തൊലിയോടുകൂടി ഇടാൻ പാടില്ല, കുരു മാത്രമേ ഇടാവുള്ളൂ. അടുത്തതായി ഇതിലേക്ക് 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. തണ്ണിമത്തൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന വത്തയ്ക്ക ഒരു സ്പൂണ് കൊണ്ട് ഉടച്ച് ചേർത്തെടുക്കാം. വത്തയ്ക്ക നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വത്തയ്ക്ക ഷേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സ്പൂണ് കൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ വേനൽക്കാലത്തെ ചൂടിന് ഒരു ആശ്വാസമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ ഫാമിലിക്ക് ഇതുപോലൊരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ഷേക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തണ്ണിമത്തൻ ഷേക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് തണുത്ത പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തണുപ്പ് കൂടുതൽ ആവശ്യമുള്ളവർ തണ്ണിമത്തൻ ഷേക്ക് തയ്യാറാക്കിയതിന് ശേഷം ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാവുന്നതാണ്. വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.